ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ദേശീയ ബഹിരാകാശ ദിനം ക്വിസ്. LP, UP, HS വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ ചോദ്യങ്ങളടങ്ങിയ ഈ ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ദേശീയ ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും. നമ്മുടെ രാജ്യം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത്? ആഗസ്റ്റ് 23-ന്. ഏത് വർഷമാണ് ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്? 2024-ലാണ്. ഇന്ത്യയുടെ ഏത് ബഹിരാകാശ നേട്ടമാണ് ആഗസ്റ്റ് 23-മായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറങ്ങിയ നേട്ടം. ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ആഗസ്റ്റ് 23-ന്. ചന്ദ്രനിൽ വിജയകരമായി ലാൻഡറും റോവറും ഇറക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം. ചന്ദ്രനിൽ ഇന്ത്യ ഇറക്കിയ ലാൻഡറിന്റെ പേരെന്ത്? ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രനിൽ ഇന്ത്യ ഇറക്കിയ റോവറിന്റെ പേരെന്ത്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3-ന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? LVM-3M4. ചന്ദ്രയാൻ 3-ന്റെ വിക്ഷേപണം നടത്തിയത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ SDSC. എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3-ലെ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ ഇടത്തിന് ഇന്ത്യ നൽകിയ പേര് എന്താണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആര്? എസ് സോമനാഥ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യം? ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഒന്നാമത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി അറിയാമോ? 2023 ജൂലൈ 14-ലാണ് വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3-ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഡോക്ടർ P. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3-ന്റെ മിഷൻ ഡയറക്ടർ ആര്? എസ് മോഹൻകുമാർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? തുമ്പ, തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക്. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ എന്നാണ് ബഹിരാകാശത്ത് എത്തിയത്? 1984 ഏപ്രിൽ 2-ന്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വാഹനം ഏതാണ്? സോയൂസ് T-11. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്ര ദിവസമാണ് കഴിഞ്ഞത്? 8 ദിവസമാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് തങ്ങിയ ബഹിരാകാശ നിലയം ഏതാണ്?
സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയം. സല്യൂട്ട് 7 ബഹിരാകാശ നിലയം ഏതു രാജ്യത്തിൻ്റെയാണ്? റഷ്യ, പഴയ സോവിയറ്റ് യൂണിയൻ. ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയ ദൗത്യത്തിന് പേര് ആക്സിയം മിഷൻ 4. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല? ആദ്യത്തെ ഇന്ത്യക്കാരൻ, ആദ്യത്തെയാൾ. ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാര പദ്ധതിയുടെ പേരെന്ത്? ഗഗൻയാൻ. ശുഭാംശു ശുക്ല ഭൂമിയിൽ തിരികെ വന്നിറങ്ങാൻ സഞ്ചരിച്ച പേടകത്തിന്റെ പേര്? ഡ്രാഗൺ പേടകം. ഡ്രാഗൺ പേടകം ഭൂമിയിൽ എവിടെയാണ് തിരിച്ചിറങ്ങിയത്? ശാന്തസമുദ്രത്തിൽ, അതായത് പസഫിക് സമുദ്രത്തിൽ. ആക്സിയം 4 ദൗത്യം പൂർത്തീകരിച്ച അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ പേര്? സ്പേസ് എക്സ്. സ്പേസ് എക്സ്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം അറിയാമോ? കമന്റ്സിൽ എഴുതിക്കോളൂ ഇപ്പോൾ തന്നെ, മടിക്കേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.